നമസ്കാരം, എല്ലാവർക്കും കിറ്റി ഡൈജസ്റ്റിലേക്ക് സ്വാഗതം. ഏതാ സ്ഥലം അറിയോ? അറിയാല്ലേ? ഇവിടെ വന്നപ്പോ നമുക്കൊരു മലയാളി റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൂസ്. ഓക്കെ ഓക്കെ, നിനക്ക് ഹിന്ദി അറിയോ? തോടാമാലു അല്ലേ? ഓക്കെ ഓക്കെ. കിറ്റിനെ കണ്ടിട്ട് അവർക്ക് മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ഹായ് പറ. അവർക്ക് എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കാം. ക്യാപ്പ് കൊള്ളാല്ലേ? നല്ല ക്യാപ്പ്. ഓക്കെ ഓക്കെ. ഇത് കണ്ടോ? അപ്പൂസ് കേരള റെസ്റ്റോറന്റ്. കഥകളി ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മലയാളി റെസ്റ്റോറന്റിൽ ഒന്ന് കയറി നോക്കാം. റോഹിത് ചേട്ടനെ പരിചയപ്പെടണമല്ലേ? പിന്നെ ഷാജി സാറുണ്ട്. ഓക്കെ ഓക്കെ, വരുമോ? നമുക്ക് ഇതിനകത്തേക്ക് വരാല്ലേ? ഓക്കെ. നമസ്കാരം. ആലപ്പുഴയിൽ എന്താ ഉള്ളേ? വള്ളംകളി ഉണ്ടോ? ആലപ്പുഴയിൽ വള്ളംകളി ഉണ്ടല്ലേ? വള്ളംകളിക്ക് പോയിട്ടുണ്ടോ? ആ, ദൂരദർശന് വേണ്ടിട്ട് വള്ളംകളി കവർ ചെയ്യാൻ പോയിട്ടുണ്ട്. വള്ളത്തിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ. കള്ള് കുടിക്കൂല. ആ, കള്ളിനെതിരെ ബോധവൽക്കരണം നടത്തുന്ന ആളാ. ആന്റി നാർക്കോട്ടിക് സെല്ലിന് വേണ്ടിട്ട്. ക്രൈം ബ്രാഞ്ച്. അടിപൊളിയാണല്ലേ? ആവശ്യത്തിന് ക്രൈം ഒക്കെ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. നാട്ടിൽ ആവശ്യത്തിനുണ്ടോ? കുറച്ചുണ്ടല്ലേ? അവിടെ നമ്മൾ ആവശ്യത്തിന് ക്രൈം കിട്ടുമല്ലേ? വേണ്ടെന്ന്. ആ, അപ്പൊ എന്ത് ചെയ്യും? അത് നമുക്ക് അവിടത്തെ ക്രൈം ബ്രാഞ്ചിന് കൊടുക്കാം. ഞാൻ ചങ്ങനാശ്ശേരിയാ. ഇടിവെട്ട് സ്ഥലമല്ലേ? ചങ്ങനാശ്ശേരി. അവിടെ എന്തൊക്കെ പ്രത്യേകതകളാണ്? ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞ മാർക്കറ്റ് അല്ലേ? ചന്ത ഫേമസ് അല്ലേ അവിടുത്തെ? ഫേമസ് ആണ്. 32 വർഷമായി. ചേട്ടനെ കണ്ടാ പറയില്ലേ? കണ്ടാൽ എത്ര പറയും? കണ്ട 10-25 വയസ്സ് തോന്നുള്ളല്ലേ? സോപ്പാണ്. സോപ്പ് ഇടുന്ന എന്താണെന്ന് മനസ്സിലായി. ഫ്രീ ആയിട്ട് ചായ പിടിക്കാനുള്ള പരിപാടിയാ. മനസ്സിലായി. ഒരു കാര്യം, നീ ഈ റെസ്റ്റോറന്റിനെ കുറിച്ച് ചോദിക്കാം. എന്തെല്ലാം വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത്? അപ്പമുണ്ട്, പൊറോട്ടയുണ്ട്, മസാല ദോശയുണ്ട്, പിന്നെ പ്ലെയിൻ ദോശ. പ്ലെയിൻ ദോശ എന്ന് പറഞ്ഞാൽ അറിയാം? പ്ലെയിൻ കയറി വരുന്ന ദോശയല്ല, അത് അങ്ങനത്തെ ഒരു ദോശയാ. അതൊക്കെ കാണാം. പിന്നെ എന്തുണ്ടെങ്കിൽ വിശേഷം? നല്ല വിശേഷം. ആഗ്ര കണ്ടു. ആഗ്ര കോട്ട കണ്ടു. താജ്മഹൽ കണ്ടു അല്ലേ? ഇനി എന്തൊക്കെ കാണണം? പാർലമെന്റ് കാണണം. ഓക്കെ ഓക്കെ, ശരി. സാറ് കൂടെ വരാൻ നോക്കണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ക്രൈം ബ്രാഞ്ചിലുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉള്ളത് ഒരു ധൈര്യം. നമ്മളുള്ള സാറിന് ഒരു ധൈര്യം അല്ലേ? അതെന്താ? ഫോറസ്റ്റുകാരാണ് ഇവന്റെ കേസൊക്കെ എടുക്കണം കേട്ടോ. അനിമൽസ് ആണല്ലോ. ഞാനാണ് അനിമല്. ഇവ ശരിയാവില്ലല്ലോ. മാനങ്ങൾ കുറച്ച് മാനം ഉണ്ടായിരുന്നു, അതിപ്പോ പോയി. ഓക്കെ. അപ്പോ ഏത് മലയാളിക്കും ഇവിടെ വരാം. ഞങ്ങൾ 2-3 ദിവസം ഒരുപാട് സ്ഥലത്തൊക്കെ കറങ്ങി. നമുക്ക് പറ്റിയ ഭക്ഷണം ഇവിടെ എല്ലാം നല്ല ഭക്ഷണമാണ്. പക്ഷെ എങ്കിൽ പോയി നമ്മൾ മലയാളികളുടെ ടേസ്റ്റിനുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ ഈ മലയാളത്തിൽ ബോർഡ് എഴുതി വെച്ചിട്ടുള്ള ഈ സ്ഥലം വന്നാൽ മതി. ഈ സ്ഥലത്തിന്റെ പേരറിയോ? ഇത് ആര് പറഞ്ഞു? ആശ്രമം അവിടെ പറയുന്ന കേട്ടു. അടിപൊളിയല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഇവിടെ വരുന്ന ഏതൊരു മലയാളിക്കും ഇവിടെ വരാം ധൈര്യമായിട്ട്. വളരെ വൃത്തിയുള്ള, വളരെ ചൂടുള്ള നല്ല ഭക്ഷണം കഴിക്കാം ധൈര്യമായിട്ട്. നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് പറ്റിയ നല്ല മലയാളി ഭക്ഷണം കിട്ടും അല്ലേ? അപ്പൂസ് വാങ്ങാ മതി. ഇവിടെ ഫോൺ നമ്പർ എഴുതി കൊടുക്കാം. എവിടെയാണെങ്കിൽ ഇത്തിരി കൂടുതൽ ദൂരം വണ്ടി ഓടിച്ചാലും ധൈര്യമായിട്ട് ഇവിടെ വരാം അല്ലേ? ഫോൺ നമ്പർ മേടിക്കാം, നമുക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോ നമ്മളിവിടെ മലയാളി റെസ്റ്റോറന്റിൽ വന്നു. കുറച്ച് നല്ല ആളുകളെ പരിചയപ്പെട്ടു. ഈ ചേട്ടൻ അറിയോ? ബാബുവേട്ടനെ പരിചയപ്പെട്ടു അല്ലേ? ബാബുവേട്ടൻ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോകും. ധൈര്യമായിട്ട് വരാം. നമ്മുടെ സ്വന്തം ഒരു ചേട്ടനെ പോലെ കൂടെ നടന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും അല്ലേ? അപ്പൊ എല്ലാവർക്കും ബൈ പറയേ. നമ്മളെ വണ്ടി